എന്റെ തക്കാളി ചെടികൾ വളർച്ചാ ചക്രത്തിന്റെ പകുതി പിന്നിട്ടപ്പോഴാണ് ഞാൻ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പ്രയോഗിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടികളിൽ ഒരു നല്ല മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അവയുടെ വളർച്ച സ്ഥിരമായി. തുടക്കത്തിൽ അഭിമാൻ എന്ന ഉൽപ്പന്നം വേരിന്റെ മേഖലയിൽ പ്രയോഗിക്കാൻ എന്നെ ഉപദേശിച്ചു. ഞാൻ ഒരു ടാങ്കിൽ 300 മില്ലി കലർത്തി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പ്രേയർ ഉപയോഗിച്ച് അത് പ്രയോഗിച്ചു. തുടർന്ന് വേരിൽ പ്രയോഗിക്കുന്നതിനും തളിക്കുന്നതിനും ഞാൻ ഓർബിക്സ് ഉപയോഗിച്ചു. പിന്നീട് FL77 ഇലകളിൽ തളിക്കാൻ ഉപയോഗിച്ചു. ഹലോ, എന്റെ പേര് സതീഷ് കുമാർ. ഞാൻ തിരുപ്പൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ പ്രധാനമായും ചോളം, തക്കാളി, മുളക്, മല്ലി, വഴുതന തുടങ്ങിയ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നു. വളരെക്കാലമായി ഞങ്ങളുടെ കൃഷിക്ക് ഞങ്ങൾ രാസവളങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നിരുന്നാലും ചെടികളുടെ വളർച്ച മുരടിക്കൽ, കീടരോഗ ആക്രമണങ്ങൾ, ഇല ചുരുളൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഞങ്ങൾ പലപ്പോഴും നേരിട്ടു, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അപ്പോഴാണ് ഒരു സുഹൃത്ത് APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ ശുപാർശ ചെയ്തത്. മുളക് കൃഷിയിൽ ഇവ ഉപയോഗിച്ചതിന്റെ സ്വന്തം അനുഭവം അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് കേട്ടതിനു ശേഷമാണ് ഞാൻ തക്കാളി കൃഷിയിൽ ഇവ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് അവയിൽ വലിയ വിശ്വാസമില്ലായിരുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം എന്ന് കരുതിയാണ് ഞാൻ അവ വാങ്ങിയത്. ആ സമയത്ത് എന്റെ തക്കാളി ചെടികൾ വളർച്ചാ ചക്രത്തിന്റെ പകുതി പിന്നിട്ടിരുന്നു. APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഘട്ടമായിരുന്നു അത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടികളിൽ കാര്യമായ പുരോഗതി ഞാൻ ശ്രദ്ധിച്ചു. അവയുടെ വളർച്ച സ്ഥിരതയോടെ തുടർന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാനിപ്പോൾ മറ്റൊരു ഏക്കർ സ്ഥലത്ത് തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നു. ഞങ്ങൾക്ക് ആകെ 9 ഏക്കർ കൃഷിഭൂമിയുണ്ട്. അവിടെ ഞങ്ങൾ പ്രധാനമായും പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നു. ഞാൻ മുമ്പ് APKS ഓർഗാനിക്സിനെ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം അഭിമാൻ എന്ന ഉൽപ്പന്നം റൂട്ട് സോണിൽ പ്രയോഗിക്കാൻ അവർ എന്നെ ഉപദേശിച്ചു. ഒരു ടാങ്കിൽ 300 മില്ലി കലർത്തി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പ്രേയർ ഉപയോഗിച്ച് ചെടികളുടെ ചുവട്ടിൽ പുരട്ടാൻ അവർ എന്നോട് നിർദ്ദേശിച്ചു. തുടർന്ന് മണ്ണിൽ പ്രയോഗിക്കുന്നതിനും വേരുകളിൽ ഇലകളിൽ തളിക്കുന്നതിനും ഞാൻ ഓർബിക്സ് ഉൽപ്പന്നം ഉപയോഗിച്ചു. പിന്നീട് FL77 ഉൽപ്പന്നം ഇലകളിൽ തളിക്കുന്നതിനും ഞാൻ ഉപയോഗിച്ചു. ഈ 3 ഉൽപ്പന്നങ്ങൾക്കും അവർ ശുപാർശ ചെയ്യുന്ന രീതികൾ പിന്തുടർന്നതിലൂടെ വിളകളിൽ കാര്യമായ പോസിറ്റീവ് മാറ്റങ്ങൾ ഞാൻ വ്യക്തിപരമായി നിരീക്ഷിച്ചു. കൂടാതെ ഞാൻ നിലവിൽ രാസവളങ്ങൾ കുറയ്ക്കുന്നതിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ ജൈവവളങ്ങൾ സ്വയം ഉത്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സാധ്യമാകുമ്പോഴെല്ലാം പൂർണ്ണമായും ജൈവകൃഷിയിലേക്ക് മാറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഈ ആവശ്യത്തിനായി ഞാൻ മറ്റൊരു കൃഷിയിടം ഒരുക്കുകയാണ്. ഇനി മുതൽ പൂർണ്ണമായും ജൈവരീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ഞാൻ പദ്ധതിയിടുന്നു. ഇതുവരെയുള്ള എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം വിളകളിൽ നല്ല പുരോഗതി ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ചു. നന്ദി.